ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു നിമിഷം മുതൽ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലൊരു രീതിയിലല്ല, സ്മൂത്തായിട്ടുള്ള രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ സെപ്പറേഷൻ ആയിരിക്കാം, നോ കോണ്ടാക്ട് ആയിരിക്കാം, ലെസ് കോണ്ടാക്ട് ആയിരിക്കാം. അപ്പോൾ എന്താണെങ്കിലും ആ ഒരു രീതിയിലായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു 4 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോഴത്തെ അവരുടെ ഒരു ചിന്ത എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തീർത്തും ഒരു സൈലൻ്റ് ആയിട്ട് ഒരു പോയിന്റിൽ എൻഡായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു രീതിയിലാണ് അവരുടെ ഇപ്പോഴത്തെ ആ ഒരു ചിന്തകളും കാര്യങ്ങളും എല്ലാം. അപ്പോൾ നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ടെങ്കിലും ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു എനർജി ഇല്ല എന്ന് തന്നെയാണ് കാണുന്നത്. ഒന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, അതിനുശേഷം അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതങ്ങനെ ചിന്തിച്ച് തീർത്തിട്ട്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് വിചാരങ്ങൾ വരുമ്പോൾ അതവിടെ പെട്ടെന്ന് തന്നെ എന്തൊക്കെയോ ആലോചിച്ച് എന്താക്കണം എന്ന് അവർ പ്രാക്ടിക്കലായിട്ട് ഉള്ളൊരു വേയിലേക്ക് മാറിപ്പോകുന്നു എന്നുള്ളൊരവസ്ഥ. ആ ഒരു അവസ്ഥയാണ് ഇവിടെ കാണാനായിട്ട്. അവർ ശരിക്കും ഒരു ബ്രേക്ക് എടുക്കുന്നു, അല്ലെങ്കിൽ അവരൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന ആ ഒരു നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഒരു പുകമറയ്ക്കുള്ളിൽ മനഃപൂർവ്വമായി മാറ്റി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന, നിങ്ങളോട് വളരെ കെയർ ഉള്ള, നിങ്ങളോട് വളരെ സ്നേഹമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു പേഴ്സൺ. അവരുടെ ആ ഒരു സൈഡിനെ അവർ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മുഖംമൂടി അണിഞ്ഞ് മാറി നിൽക്കുക, അല്ലെങ്കിൽ ഒരു മാസ്ക് ഇട്ട് മാറി നിൽക്കാനായിട്ട് അവർ ഇഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു ബ്രേക്ക് എടുക്കണം എന്ന് വിചാരിച്ച്, സ്വയമേ ഒരു റെസ്റ്റ് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു സ്റ്റക്കായിട്ട് അവരിങ്ങനെ മാറി നിൽക്കുന്നു. അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ഒരു നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പം അവരുടെ ഉള്ളിൽ നിങ്ങളോടുള്ള റൊമാൻറ്റിക് ഫീലിങ്സ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പുറത്ത് കാണിക്കാത്ത തരത്തിലുള്ള ഉള്ളിൽ വളരെയധികം സ്നേഹമുണ്ട്, ഉള്ളിൽ നിങ്ങളെ വളരെയധികം അവർ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവർക്ക് വളരെയധികം സോഫ്റ്റ് ആയിട്ടും ഇമോഷണൽ കണക്ഷനൊക്കെ ആയിട്ട് വളരെയധികം അട്രാക്ഷൻ നൽകിയ ഒരു പേഴ്സൺ തന്നെയാണ് എന്നുള്ള കാര്യം, അതുപോലെയുള്ള ഫീലിങ്സും കാര്യങ്ങളും, റൊമാൻറ്റിക് ഫീലിങ്സും കാര്യങ്ങളും എല്ലാം അവർക്കുണ്ട്. വളരെയധികം നിങ്ങളെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ മിസ് ചെയ്യുന്നുമുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഓഫ് സോൾസ് വന്നിരിക്കുന്നതോടെ അവിടെ നമുക്ക് ഒരു കൺഫ്യൂഷൻ എനർജി പറയാനായിട്ട് പറ്റും. ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ്, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നു. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഡിസിഷൻ എടുക്കാനുള്ള ഒരു കൺഫ്യൂഷൻ ഇവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ സമീപിക്കണമോ അല്ലെങ്കിൽ അകലം പാലിക്കണമോ എന്നൊക്കെയുള്ള ഒരു 2 രീതിയിൽ ഇവർ ചിന്തിക്കുന്നു. മനസ്സ് 2ആയി പിരിഞ്ഞ ഒരവസ്ഥ. ഒരു സൈഡിൽ നിങ്ങളിലേക്ക് വരണം, നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട്, കാര്യങ്ങളുണ്ട്, വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്യണം എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ, ഓപ്പോസിറ്റ് സൈഡിൽ അവർ കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നു. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവർക്ക് വന്നിട്ടുള്ള ഹേർട്ടും കാര്യങ്ങളും ട്രോമാസും ഒക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് പറ്റുമോ? ഇല്ലെങ്കിൽ ചിലപ്പോൾ ഫാമിലി പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പം എങ്ങനെയാണെങ്കിലും കുറേ പ്രശ്നങ്ങൾ ഈ ഓപ്പോസിറ്റ് സൈഡിലുണ്ട്. ഇതൊക്കെ ഹാൻഡിൽ ചെയ്ത് പോകാനായിട്ട് എനിക്ക് ഇനിയും ഇതിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഈ റിലേഷൻഷിപ്പ് കൊണ്ടുവരാനായിട്ട് പറ്റുമോ? അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഒരു എൻഡായി പോയ, അല്ലെങ്കിൽ സെപ്പറേഷൻ ആയി പോയ റിലേഷൻഷിപ്പ് ആയിരിക്കും. ഇതൊക്കെ ചിലപ്പോൾ അത് അവരുടെ ഒരു കുറ്റം കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ പോയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വീണ്ടും ഇത് ഓക്കെ ആക്കി കൊണ്ടുവരാൻ എനിക്ക് സാധിക്കുമോ എന്ന രീതിയിൽ ഒരു സൈഡ് ചിന്തിക്കുന്നു. അല്ലെങ്കിൽ ഇതിനിപ്പോൾ ഓക്കെ ആകില്ല, വേണ്ടാന്ന് വെച്ചേക്കാം എന്നുള്ള രീതിയിൽ ആ ഒരു സൈഡ് ചിന്തിക്കുകയും, ഇപ്പുറത്തെ സൈഡിൽ അവർക്ക് നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളോടൊപ്പം ചിലവഴിച്ച സന്തോഷകരമായ കാര്യങ്ങൾ അതൊക്കെ വീണ്ടും വേണം, ആ ഒരു സ്നേഹം വേണം, കെയറിങ് വേണം, ഇമോഷണൽ അറ്റാച്ച്മെന്റ് വേണം എന്നൊക്കെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്നർ കോൺഫ്ലിക്ട്സ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് 9 ഓഫ് സോഡ്സിന്റെ എനർജി വന്നിരിക്കും. അത് ഒരു പേടിയുടെ ഒരു കാർഡ് തന്നെയാണ്. വളരെയധികം ഫിയർ അവർക്കുണ്ട്. നിങ്ങളോട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട്. അതിൻ്റെതായ ഒരു കുറച്ച്, ഞാൻ ഓൾറെഡി പറഞ്ഞു, അവരുടെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ
ഈ ഒരു റിലേഷൻഷിപ്പിന് സെപ്പറേഷന് കാരണമായിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ അവർ റിജക്റ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് ഗിൽറ്റ് തോന്നുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആൻസൈറ്റി, ഞാൻ ചെയ്തത് തെറ്റായി പോയോ എന്നുള്ള ആ ഒരു ചോദ്യം അവരെ വല്ലാതെ പിടിച്ച് അലട്ടുന്നുണ്ട്. അവരെ രാത്രി സമയങ്ങളിൽ അതിനെക്കുറിച്ചൊക്കെ അവർ കൂടുതലായിട്ട് ചിന്തിക്കുന്നു. ഉറങ്ങാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളെ വേദനിപ്പിച്ചതിനെ, ഓക്കെ, അത് തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും 9 ഓഫ് സോർട്സ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഓൾറെഡി അവരുടെ ഭാഗത്തു നിന്നുള്ള എന്തോ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് സെപ്പറേഷനിലേക്ക് പോയത്. അവര് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. ആ ഒരു വേദനിപ്പിച്ചത് അതിനെയൊക്കെ ഓർത്തിട്ട് അവര് വളരെയധികം പേടിക്കുകയാണ്. അതിൻ്റെയൊക്കെ ഒരു കർമ്മ എനിക്ക് കിട്ടുമോ, ഞാൻ ചെയ്തത് ശരിയല്ലേ എന്നൊക്കെ ഓർത്ത് അവർ വളരെയധികം ടെൻസ്ഡ് ആവുന്നു, ആൻസൈറ്റി ഉണ്ടാകുന്നുണ്ട് അവർക്ക്. ഓക്കെ, പിന്നെ ക്വീൻ ഓഫ് സോർട്സിന്റെ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ ഒരു ഈഗോ തന്നെയാണ്. പുറമെ അവർ വളരെ കൂളായിട്ടും ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടൊക്കെ നമുക്ക് തോന്നാം. നിങ്ങളോട് യാതൊരുവിധ ഫീലിങ്സ് ഇല്ലാത്തൊരു പേഴ്സണെ പോലെ അവർ പ്രതികരിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നുണ്ടാകാം. അപ്പോൾ അത് ഒക്കെ ഇവര് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് കുറച്ച് ഈഗോ ഉള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അത് ഒന്ന് ഡിഫെൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അവര് ശരിക്കും ഒരു മാസ്ക് ഇട്ട് തന്നെ നിൽക്കുന്നതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പക്ഷെ അതൊരു സെൽഫ് പ്രൊട്ടക്ഷൻ ആയിട്ടാണ് അവർ കരുതുന്നത്. ഇനി വീണ്ടും നിങ്ങളെ ഹർട്ട് ചെയ്യരുത്, അതുപോലെ തന്നെ അവരും വേദനിക്കരുത് എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ആണ് അവിടെ ഉള്ളത്. അത് റിവെഞ്ച് പോലത്തെ ഉള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് അല്ല. ഇവിടെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് രണ്ടു കൂട്ടർക്കും പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ഭാഗത്തുനിന്ന് ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പൊ ഇനി അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ പേഴ്സന്റെ അടുത്ത് ചെയ്യുമ്പോൾ അവർക്ക് വളരെ വേദനയാവും. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ അല്ലെങ്കിൽ പറഞ്ഞു പോയല്ലോ എന്ന് ഓർത്തിട്ട് എനിക്കും പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആർക്കും വേദന ഉണ്ടാക്കാതെ ഞാനൊന്ന് മാറി നിൽക്കാം എന്നുള്ള രീതിയിൽ അവര് ഒന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നതായിരിക്കാം, കൂളായിട്ട് നിൽക്കുന്നു. ഓക്കെ, അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ 7 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മറച്ചു വെച്ചൊരു സത്യം അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെ കുറിച്ച് പല ചിന്തകളും അതുപോലെ ഫാന്റസീസും എല്ലാം ഇവർക്കുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ക്ലാരിറ്റി ഇല്ല. അവർക്ക് തന്നെ ഇതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു ഉറപ്പില്ല. കാരണം ഒരു സമയത്ത് ഇവർ ഇങ്ങനെ ചിന്തിക്കും, നല്ല രീതിയിൽ ഈ ഒരു പേഴ്സണെ ഇതിലേക്ക് തിരിച്ചു വന്ന് നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം, വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ ഭയങ്കര ഡ്രീംസും കാര്യങ്ങളും അതിനെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കും. കുറച്ച് സമയം കഴിയുമ്പോൾ അവര് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചിന്തിക്കുകയാണ്. ഓക്കെ, ഇതൊന്നും എന്നെ കൊണ്ട് വരുന്ന കാര്യമല്ല, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനി അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്കൊന്നും ഒരിക്കലും വരാൻ പോകുന്നില്ല, ഇത് എൻ്റെ ഇത് തന്നെയാണ്, ആ ഒരു രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അവർ തന്നെ വിചാരിക്കുന്നുണ്ട് അവർക്ക് ഇങ്ങനെ ഇതിലേക്ക് എത്താൻ പറ്റുമെന്നൊരു ക്ലാരിറ്റി അവർക്ക് തന്നെ ഇല്ല. അപ്പം നിങ്ങൾ ലൈഫിൽ എവിടെയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏത് സ്റ്റേജിലാണ് എത്തി നിൽക്കുന്നത്, ഇപ്പോൾ എന്ത് നടക്കുന്നു, ഇതിനെക്കുറിച്ചൊക്കെ ഒന്നും ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയാണ് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച്. ഓക്കെ, അപ്പോ പിന്നെ നിങ്ങളെ അവർ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് അവർ ആലോചിക്കുന്നത്. അതുപോലെ തന്നെ ഒരു അട്രാക്റ്റീവ് ആയിട്ട് തന്നെ വളരെയധികം അവർക്ക് ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹം തോന്നുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഇപ്പോഴും അവർ കാണുന്നത്. നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വളരെ സമാധാനം കൊണ്ടുവന്ന, സന്തോഷം കൊണ്ടുവന്ന ഒരു വ്യക്തി എന്നുള്ളൊരു ഇമേജാണ് നിങ്ങൾക്ക് അവർ തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൽ ഓർമ്മ വരുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. എൻ്റെ ലൈഫിലേക്ക് സമാധാനം, അതായത് ഇപ്പോൾ വളരെ പ്രശ്നത്തിലിരുന്ന സമയങ്ങളിലൊക്കെ ആയിരിക്കാം നിങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന സമയത്തായിരിക്കും അവർ ഏറ്റവും കൂടുതൽ ഒരു സമാധാനം എന്താണ് എന്നറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അവർക്ക് വലിയ ഒരു ആശ്വാസമായിട്ടുണ്ട് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു സമയമൊക്കെ. അതുകൊണ്ട് തന്നെ വളരെ പീസായിട്ടും സമാധാനമായിട്ടും ഹാപ്പി ആയിട്ടും ഉള്ള ഒരു ഇമേജ് തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്കുണ്ടാകുന്നത്. പിന്നെ ഒരു പാസ്റ്റിലെ കുറെ പ്രശ്നങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുണ്ട്. പഴയ ഒരു നഷ്ടബോധം ഇപ്പോഴും അവരെ പിടിച്ചിങ്ങനെ കുലുക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത് നന്നായി ഹാൻഡിൽ ചെയ്യാമായിരുന്നു എന്നുള്ള ഒരു റിഗ്രറ്റ് അവർക്കുണ്ട് എന്നുള്ളതും മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർ ഡിസിഷൻ എടുത്തായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും ഒന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഓക്കെ ആയി പോകാൻ പറ്റുമായിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം ഇത്. പക്ഷെ ഇവരുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലൊരു ആക്ഷനോ പ്രവൃത്തിയോ വർത്തമാനോ ഒന്നും ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് പോയിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഇപ്പോഴവര് അത് കുറച്ചും കൂടി നന്നായിട്ട് ചിന്തിക്കുകയാണ്, നന്നായി ഹാൻഡിൽ ചെയ്യാമായിരുന്നു എന്നതിനെ കുറിച്ച് ഇവർക്കൊരു കുറ്റബോധം തോന്നുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ കറണ്ട് ഒരു ഇമോഷണൽ ബോണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 6 ഓഫ് കപ്സ് നമുക്കിവിടെ കാണുന്നുണ്ട്. ഒരു സ്ട്രോങ് സോൾ കണക്ഷൻ തന്നെയാണ് കാണുന്നത്. നല്ല രീതിയിൽ ഒരു സോൾ കണക്ഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാസ്റ്റ് ലൈഫ് കണക്ഷനും.
അപ്പൊ നിങ്ങൾ ഓർക്കുമ്പോൾ ആ പഴയ സന്തോഷ നിമിഷങ്ങൾ, നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു പഴയ സന്തോഷ നിമിഷങ്ങൾ തന്നെയാണ് അവരുടെ മനസ്സിൽ വരുന്നത്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ ഒരു പഴയ സമയത്ത് നിങ്ങൾ എങ്ങനെയായിരുന്നു ഒരുമിച്ചുണ്ടായിരുന്നത്, ആ ഒരു കാലഘട്ടങ്ങളിലൂടെ ആണ് അവരുടെ മനസ്സ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലാണ് അവർ ആ ഒരു കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്നതിലൂടെയാണ് അവർ സന്തോഷം കണ്ടെത്തുന്നത്. പിന്നെ നിങ്ങളെ വിട്ടിട്ട് പോയതിനെ കുറിച്ചും അല്ലെങ്കിൽ ഇപ്പോൾ സെപ്പറേഷനെ കുറിച്ചും അവർ ചിന്തിക്കുമ്പോൾ അവർക്ക് എപ്പോഴും ഒരു ഗിൽറ്റും റിഗ്രറ്റും തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു പേജ് ഓഫ് കപ്സിന്റെ എനർജി എന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങളോട് പറയാനായിട്ട്, അല്ലെങ്കിൽ അവർ പറയാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒക്കെ ആയിരിക്കാം. പെട്ടെന്ന് ദേഷ്യപ്പെടുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തികളാകുമ്പോൾ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നന്നായിട്ട് സംസാരിക്കണം, നല്ല സ്നേഹത്തോട് സംസാരിക്കണം, ഇടപഴകണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തൊക്കെ അവർ ഒരു റഷായിട്ടായിരിക്കാം സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നിട്ടുണ്ടാവുക. ഇപ്പം ഈ ഒരു സമയത്ത് ഈ ഒരു സെപ്പറേഷനിൽ അവർ ചിന്തിക്കുന്നുണ്ട് അതൊക്കെ കുറച്ച് മോശമായി പോയി, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അല്ലായിരുന്നു ഹാൻഡിൽ ചെയ്യേണ്ടിയിരുന്നത്, ഒരു സോഫ്റ്റ് ആയിട്ടൊക്കെ സംസാരിക്കാമായിരുന്നു എന്ന് ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളോട് അങ്ങനെ സംസാരിക്കണം എന്ന് അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷൻ ആണെങ്കിൽ ഒരു ഷോർട്ട് ആൻഡ് സ്മോൾ മെസ്സേജ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അവർ നിങ്ങളെ ഒരു അപ്പോളജി പറഞ്ഞുകൊണ്ട് എന്നെ ഞാൻ ഈ ചെയ്തു പോയത് മോശമായി പോയി, നീ വീണ്ടും തിരിച്ചെൻ്റെ ലൈഫിലേക്ക് വരണം എന്ന രീതിയിൽ ഒരു അപ്പോളജി പറഞ്ഞുകൊണ്ട് വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു ഇമോഷണൽ എക്സ്പ്രഷൻ ഏതെങ്കിലും രീതിയിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ആ ഒരു രീതിയിലുള്ള മെസ്സേജുകളോ കോളുകളോ ഒക്കെ നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ കുറച്ച് ആളുകൾക്ക് അങ്ങനെയുള്ള മെസ്സേജോ കോളുകളോ കിട്ടിയിട്ടുണ്ടാവാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റീഡിങ്ങുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഉടനെ തന്നെ അങ്ങനെ ഒരു മെസ്സേജോ കോളോ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. കാരണം അത്രയധികം ഒരു ഡിസയർ അവർക്കുണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാൻ, നിങ്ങളോട് അപ്പോളജി പറഞ്ഞ് സംസാരിക്കാൻ, ഇതൊന്ന് ഒത്തുതീർപ്പാക്കാൻ അവർ വളരെയധികം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ ഒരു ആക്ഷൻ ഉണ്ടാകുമോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 8 ഓഫ് വാൻഡ്സ് ഉണ്ട്. അപ്രതീക്ഷിതമായ ഒരു കമ്മ്യൂണിക്കേഷൻ വരാനുള്ള ഒരു ചാൻസ് ആണ് നമുക്കിവിടെ 8 ഓഫ് വാൻഡ്സിന്റെ ഒരു എനർജി, ഫയർ എനർജിയാണ്. എപ്പോഴെങ്കിലും ഒരു സഡൻ മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോള് എനർജി, ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഒരു സ്ട്രോങ് എനർജി തന്നെയാണ്. കാരണം ഇവിടെ നമുക്ക് പേജ് ഓഫ് കപ്സ് കഴിഞ്ഞ് തൊട്ട് വന്നിരിക്കുന്ന 8 ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ ഈ 8 ഓഫ് വാൻഡ്സിനെ കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് പേജ് ഓഫ് കപ്സ് നിൽക്കുന്നു എന്നുള്ളതാണ്. രണ്ടും സെയിം എനർജീസ് ആണ് വരുന്നത്. വളരെയധികം ഡിസയർ അവർക്കുണ്ട്, ആ ഒരു ഡിസയർ ആക്ഷൻ ആകുന്നു, ഫയർ ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സഡൻ ഒരു മെസ്സേജോ കോളോ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് പറയാനായിട്ട് പറ്റുന്നത്. പിന്നെ ലാസ്റ്റ് വരുന്നത് നമുക്ക് ഓവറോൾ എനർജി സ്ട്രെങ്തൻ കാർഡാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കണക്ഷൻസ് ഇനി ഒരിക്കലും വീക്കായി പോകില്ല. നിങ്ങളിലേക്ക് ഇനി ഇവർ അപ്രോച്ചുമായി വന്നു, അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഒരു റീസ്റ്റാർട്ട്, റീയൂണിയൻ ഒക്കെ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് പിന്നീട് ഒരിക്കലും വീക്കായി മാറില്ല എന്നുള്ളതാണ്. കാരണം ഇതൊരു സ്ലോ ഹീലിങ്ങിലൂടെ ഇപ്പോൾ ഈ ഒരു സെപ്പറേഷനിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും കടന്നു പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു സ്ലോ ഹീലിങ്ങിലൂടെ കടന്നു പോകുന്നു. അതുപോലെ ക്ഷമയൊക്കെ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണയൊക്കെ വന്നിട്ടുണ്ട്. രണ്ടാളുകൾക്ക് എടുത്തുചാട്ടമൊക്കെ കുറഞ്ഞു എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ ഒരു ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണും ആ ഒരു ഇന്നർ സ്ട്രെങ്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇവയിലൂടെയൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു നിശബ്ദതയിൽ, അല്ലെങ്കിൽ അവർ മാറി നിൽക്കുന്ന സമയത്ത് അവർ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ആക്ഷൻ എടുക്കുമോ എന്ന് ചോദിച്ചാൽ നമുക്കിവിടെ ഒരു ആക്ഷൻ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ആക്ഷൻ എടുക്കും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ അവർ ഒരു വെയിറ്റിംഗ് മൂഡിലാണ്. ആക്ഷൻ എടുക്കുന്നതിന് മുന്നേ ഉള്ള ഒരു കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് അതൊക്കെ ഒന്ന് പരിഹരിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്കിവിടെ ലാസ്റ്റ് കാർഡിൽ വന്നിട്ടുമുണ്ട്. 8 ഓഫ് വാൻഡ്സിന്റെ കാർഡിൽ ഒരു സഡൻ മെസ്സേജ്, ഒരു കോള് വരും എന്നുള്ളത് നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരു ആക്ഷൻ വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമോഷൻ, അതായത് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ്,
ആ ഒരു ഫീലിങ്സ് കൂടുതലായിട്ട് ഇവരെ ഹിറ്റ് അടിക്കുന്ന സമയത്ത് ഒരു ആക്ഷൻ വരാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഫിയർ കൊണ്ടാണ് അവർ മാറി നിൽക്കുന്നത്. കാരണം ഇനി കോണ്ടാക്ട് അവരായിട്ട് ചിലപ്പോൾ ഇട്ടിട്ട് പോയതായിരിക്കാം. അപ്പം ഇനി കോണ്ടാക്ട് ചെയ്താൽ എന്തായിരിക്കും ഔട്ട്കം എന്ന് അവർ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ ഇവർക്കൊരു ആക്ഷൻ വരണമെങ്കിൽ ഈ റിഗ്രറ്റ് ഭയങ്കരമായിട്ട് തലക്കടിക്കണം. റിഗ്രറ്റ് ട്രിഗർ ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ ഒരു ആക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം അവർക്ക് ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നിങ്ങൾ കുറച്ചൊരു ആക്റ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒരു സെൽഫ് കെയർ ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ കുറച്ച് രീതിയിൽ നിൽക്കുന്നതായിട്ടൊക്കെ തോന്നുന്ന സമയത്ത് ഇവർക്ക് ഈ ഒരു ഓൾറെഡി ഇവർക്ക് ഒരു റിഗ്രറ്റ് കിടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു പേടി ശക്തമാവുന്ന സമയത്ത് ഇവർക്ക് ആ ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ആ ഒരു ആക്ഷൻ ഒരു സോഫ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആയിട്ടാണ് പതിയെ തുടങ്ങുക. ചിലപ്പോൾ ഒരു ഇമോജീസ് അയക്കുക, അല്ലെങ്കിൽ ഒരു അപ്പോളജി ട്യൂൺ പോലെ പറയുക, മെസ്സേജസ് ഇടുക, ആ ഒരു രീതിയിലൊക്കെ വന്നിട്ട് പിന്നെ ഒരു വൺസ് ഇവരൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഡിലേ ഇല്ല എന്നുള്ളതാണ്. സഡൻ ആയിട്ട് തന്നെ ഒരു അൺഎക്സ്പെക്റ്റഡ് കോണ്ടാക്ട് അല്ലെങ്കിൽ നേരിട്ട് വന്ന് കാണാൻ തന്നെയുള്ള ഒരു ചാൻസാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പിന്നെ എത്ര നാളിനുള്ളിൽ തന്നെ ഒരു ടൈം നമ്മൾ നോക്കുകയാണ്, എത്ര നാൾക്കുള്ളിൽ തന്നെ ഈ ഒരു ആക്ഷൻ നിങ്ങളിലേക്ക് വരും അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ വരാനായിട്ട് അടുത്ത ഒരു 10 to 20 എന്ന് പറയുന്ന ഡേയ്സിനുള്ളിൽ ഒരു മെസ്സേജോ കോളോ ഒരു റിയാക്ഷൻ എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് നിന്ന് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 10 to 20 ഡേയ്സിനുള്ളിൽ വരും. പിന്നെ ഒരു ആക്ഷൻ വരണമെങ്കിലും ഒരു 2 to 6 ആഴ്ചയ്ക്കുള്ളിൽ ഒരു ആക്ഷൻ അതായത് ഒരു സ്ട്രോങ് എനർജി ആക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ നേരിട്ട് വന്ന് കാണുകയോ അല്ലെങ്കിൽ അപ്പോളജി പറഞ്ഞു വരികയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കാനുള്ള ഒരു ചാൻസ് നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവരിപ്പോൾ തന്നെ ഓടി നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നല്ല, പക്ഷെ അടുത്ത ഒരു 1.5 മാസത്തിനുള്ളിൽ ഒരു സോഫ്റ്റ് കമ്മ്യൂണിക്കേഷനുമായിട്ട് ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു സാധ്യത വളരെ സ്ട്രോങ് ആയിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വന്ന് എത്തിച്ചേരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് മാർച്ച് മന്ത് ആണ് നമുക്കിവിടെ. ഓക്കെ, സെക്കൻഡ് ക്ലൂ ഇസഡ് എന്ന് പറയുന്ന ഒരു ലെറ്റർ ആണ്. 2 weeks ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ടീ ലവർ, ചായയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. ലോങ് ഡിസ്റ്റൻസിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടേത്. ദിസ് മന്ത് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വൈറ്റ് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. ക്രിക്കറ്റ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലൈഫ് ചേഞ്ച്, ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ്. നമ്പർ 32 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 44, അതുപോലെ തന്നെ ഏപ്രിൽ മന്ത് 1986 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഡാൻസ്, ഓക്കെ, ലെറ്റർ എം, എക്സ്പെക്ട് മിറാക്കിൾസ്, ഒരു അത്ഭുതം പ്രതീക്ഷിക്കാം എന്നാണ് നമുക്ക് കിട്ടുന്നത്. നെയിൽ പോളിഷിനോടൊക്കെ ക്രേസുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. 1987 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ 1982, ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റിയാണ് കിട്ടുന്നത്. 639 എന്ന് പറയുന്നൊരു നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സെൻസിറ്റീവ്, നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ലെറ്റർ വൈ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 33 കിട്ടുന്നു. നമ്പർ 50, 222 എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പർ നമുക്ക് കിട്ടുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴിയൊക്കെ പരിചയപ്പെട്ട വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം നിങ്ങൾ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈഗോ എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ വി, ഡ്രോയിങ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്പർ 37 ആണ്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്.